അപ്പോൾ നിങ്ങൾ ബാങ്ക് എക്സാമിന് പഠിക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എക്സാമുകൾ എല്ലാം വിളിക്കുന്ന എല്ലാം അപ്ലൈ ചെയ്യണം. എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാ, സാറേ ഈ ബാങ്ക് എക്സാംസ് ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഇൻഷുറൻസ് എക്സാം വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓറിയന്റൽ ഇൻഷുറൻസിന്റെ അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട്, ഞങ്ങളിത് അപ്ലൈ ചെയ്യണോ, ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ A to Z ഡൗട്ടുകൾ ഞാനിവിടെ ക്ലിയർ ചെയ്ത് തരും ഇന്ന് ഈ വീഡിയോയിൽ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻഷുറൻസ് എക്സാംസ് മീൻസ് ബാങ്ക് എക്സാംസ് എല്ലാ കാര്യങ്ങളും ഡൗട്ടുകളും ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഇതേപോലെ ഇൻഷുറൻസ് എക്സാംസ് ബാങ്ക് എക്സാംസ് ഒരേ നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ടും ഈക്വൽ ആണ്. ഒരച്ഛൻ്റെ മക്കൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ രണ്ട് എക്സാമുകളും രണ്ട് ആൾക്കാരാണ് എക്സാംസ് നടത്തുന്നതെങ്കിൽ കൂടി നമ്മൾ ഒന്ന് ഇൻഷുറൻസ് കമ്പനിയാണ്, ഒന്ന് ബാങ്ക് ആണ്. പക്ഷെ അവിടെ എക്സാമുകൾ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ സെയിം ആണ്. അപ്പൊ നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം എക്സാം സിമിലാരിറ്റീസ്, ജോബ് റോൾസ് ഓഫേർഡ്, സാലറി സ്ട്രക്ചേഴ്സ്, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നമുക്ക് ഇന്ന് തീർക്കാം. ഓക്കെ, ആദ്യം തന്നെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഇപ്പൊ നമ്മള് ഓഫീസർ പോസ്റ്റ് തന്നെ ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട്, PO ഉണ്ട്. അവിടെ ഒരു പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ടാവും, ഒരു മെയിൻസ് ഉണ്ടാവും. അതിന് മെയിൻസിൽ എന്തുണ്ടാവും? ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്തായാലും ഉണ്ടാവും. അതേപോലെ തന്നെ GD ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. സെയിം തന്നെയല്ലേ നമ്മളുടെ SBA POയിലും IBPS POയിലും ഒരേ രീതിയിലല്ലേ എക്സാം നടക്കുന്ന? പ്രിലിമിനറി എക്സാം ഉണ്ടാവും, അതേപോലെ മെയിൻസ് ഉണ്ടാവും. മെയിൻസിൽ എന്തായാലും ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ എഴുതണം. അതുകൂടാതെ GD ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. രണ്ടിന്റെയും സെലക്ഷൻ പ്രോസസ് A to Z സെയിമാ. ഇനി ക്ലർക്കൽ പോസ്റ്റുകളിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ അസിസ്റ്റന്റ് അല്ലേ? അപ്പോ അവിടെ വരുന്നത് ഈ രണ്ടാൾക്കാരേ ഉള്ളൂ. ഒരു പ്രിലിംസും ഉണ്ടാവും, ഒരു മെയിൻസും ഉണ്ടാവും. ഓക്കെ അല്ലേ? ഒരു പ്രിലിംസും ഉണ്ടാവും, ഒരു മെയിൻസും ഉണ്ടാവും. അത്ര തന്നെയുള്ളൂ. രണ്ടിന്റെയും രണ്ട് കാറ്റഗറി. ഇപ്പൊ നമ്മള് ബാങ്ക് എക്സാം ആണെങ്കിൽ പ്രധാനമായിട്ട് പ്രൊബേഷണറി ഓഫീസറും ക്ലർക്കുമാണ്. ഇവിടെയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അസിസ്റ്റന്റുമാണ്. അതും ക്ലറിക്കൽ പോസ്റ്റ് തന്നെ. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ പോസ്റ്റ് തന്നെ. ഈ രണ്ടാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ രണ്ടിന്റെയും സെലക്ഷൻ പ്രോസസ്സിൽ യാതൊരു വ്യത്യാസവും ഇല്ല. രണ്ടും ഒരേ ആൾക്കാർ തന്നെയാണ്. വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യണ്ട. എന്തൊക്കെയാ പഠിക്കണ്ടേ? എക്സാം സിമിലാരിറ്റീസ് ഞാൻ പറഞ്ഞു, പ്രിലിംസ് ആണുള്ളത്, മെയിൻസ് ഉണ്ട്. അവിടെ ചോദിക്കുന്ന ആൾക്കാരും സെയിം തന്നെയാ. ആരൊക്കെയാ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ ബാങ്കിന് പഠിക്കുന്നില്ലേ? റീസണിങ് എബിലിറ്റി ബാങ്കിന് പഠിക്കുന്നില്ലേ? ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളേജ് ഉണ്ട്. അപ്പൊ ഒറ്റ പഠിത്തം മതി, ബാങ്ക് എക്സാമും അപ്ലൈ ചെയ്യാം, ധൈര്യമായിട്ട് എന്തും അപ്ലൈ ചെയ്യാം. ഇൻഷുറൻസ് എക്സാംസും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്രിലിംസും സെയിം ആണ്, മെയിൻസും സെയിം ആണ്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ചോദിക്കുന്ന ചോദ്യങ്ങളും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പൊ ബാങ്ക് എക്സാമിന്റെ സിലബസും അതേപോലെ തന്നെ ഇൻഷുറൻസ് എക്സാമുകളുടെ സിലബസും ഓൾമോസ്റ്റ് ഫുൾ സെയിം തന്നെയാണ്. എക്സാം നടത്തുന്ന രീതിയിലും യാതൊരു വ്യത്യാസങ്ങളും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾ ധൈര്യമായിട്ട് ബാങ്ക് എക്സാമിന് പഠിക്കുന്നവര് ധൈര്യമായിട്ട് ഇൻഷുറൻസ് എക്സാംസും എല്ലാം അപ്ലൈ ചെയ്യണം. എല്ലാ എക്സാംസും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം നമ്മളുടെ ഇവിടെ AO അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും വിളിക്കാറുണ്ട്, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ AO വിളിക്കാറുണ്ട്. അപ്പൊ AO എന്ന് പറഞ്ഞാൽ ഓഫീസർ പോസ്റ്റ് ആണ് അല്ലെ? അപ്പൊ ഒരു മാനേജർ ഉണ്ടാവും, തൊട്ട് താഴെ വരുന്ന പോസ്റ്റ് ആണ്. അപ്പൊ എല്ലാ വർക്കുകളും, പോളിസി ഡോക്യുമെന്റേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ ടാസ്കുകളും, കസ്റ്റമർ സർവീസ് തുടങ്ങി ഒരു ബ്രാഞ്ച്, അതായത് ഒരു ഇൻഷുറൻസിന്റെ ഒരു ബ്രാഞ്ചില് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സപ്പോർട്ട് ഉണ്ടാവണം, ട്രെയിനിങ് ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം സെയിൽസ് ആക്ടിവിറ്റീസ് A to Z കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ആരെ പോലെ? പ്രൊബേഷണറി ഓഫീസറെ പോലെ. അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് ഒരു കൊല്ലം പ്രൊബേഷൻ കഴിഞ്ഞാൽ മാറും അല്ലെ? അവരുടെ പോലെ തന്നെയാണ് ഇവരുടെയും വർക്ക് സ്ട്രക്ചർ. ഒന്ന് ബാങ്കിങ് ജോലി ചെയ്യുന്നു, ഒന്ന് ഇൻഷുറൻസ് ജോലി ചെയ്യുന്നു. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇൻഷുറൻസ് അസിസ്റ്റന്റിന്റെ ക്ലറിക്കൽ പോസ്റ്റ് ആണല്ലേ? നമ്മൾ കാണാറുണ്ട്. നമുക്ക് പോളിസി അടിച്ചു വരുന്നു, പോളിസി മാനേജ്മെന്റ്, കസ്റ്റമർ സപ്പോർട്ട്, ക്ലെയിംസ് അസിസ്റ്റന്റ്, ഡാറ്റ ആൻഡ് റെക്കോർഡ്സ് മാനേജ്മെന്റ്, കോർഡിനേഷൻ, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയും അവിടുത്തെ സീനിയർ ആയിട്ടുള്ള മാനേജേഴ്സിനെ എല്ലാം അവര് സപ്പോർട്ട് ചെയ്യുന്നു.
ക്ലിയർ അല്ലേ? അപ്പൊ ബാങ്കിൽ നടക്കുന്നത് പ്രധാനമായിട്ടും എന്താണ്, ലോണുകൾ, കാര്യങ്ങൾ. ഇപ്പൊ ഇൻഷുറൻസ് കമ്പനികളും ലോൺ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഇൻഷുറൻസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ടാവും, ഇപ്പൊ വലിയ വലിയ കമ്പനികളുടെ ഇൻഷുറൻസ് ഉണ്ടാവും. ഇതിന്റെയൊക്കെ ക്ലെയിം കാര്യങ്ങൾ, ഒരുപാട് കാറ്റഗറികൾ ഉണ്ട് അവിടെ. സർവേയർമാരുണ്ടാവും, അവരെ കോർഡിനേറ്റ് ചെയ്യണം. അതാണ് കോർഡിനേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് ക്ലെയിം മാനേജ്മെന്റ്, പൈസ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ക്ലെയിം റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി വരുന്നതാണ് ആരുടെ വർക്ക്? അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഇൻഷുറൻസ് അസിസ്റ്റന്റ്. അവരെ ഹെൽപ്പ് ചെയ്യും. സാലറി നോക്കാം. നിങ്ങൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാവും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ഏകദേശം 90,000 രൂപയുടെ അടുത്ത് സാലറി ഉണ്ട്. 80,000 to 90,000 റുപ്പീസ് നമുക്ക് ഇൻ ഹാൻഡ് ആയിട്ട് സാലറി കിട്ടും AOക്ക്. അതേപോലെ തന്നെ എന്താണ് ഇൻഷുറൻസ് അസിസ്റ്റന്റ് 45,000 തൊട്ട് 50,000 വരെ, 50,000 രൂപയുടെ അടുത്ത് വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻഷുറൻസ് അസിസ്റ്റന്റിന് സാലറി കിട്ടും. കൂടാതെ എല്ലാവിധ അലവൻസുകൾ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും? അവൈലബിൾ ആണ്. സാറ്റർഡേയും സൺഡേയും എന്തായിരിക്കും? ഹോളിഡേ ആണ്. ബാങ്കുകൾക്ക് ഇപ്പൊ സാറ്റർഡേയും സൺഡേയും, അതായത് സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേ ആണ് ഇപ്പൊ ഹോളിഡേ. അതെന്തായാലും അടുത്ത് തന്നെ എന്ത് ചെയ്യും? എല്ലാ ശനിയാഴ്ചകളും അവധിയാക്കണം എന്നുള്ള പ്രപ്പോസലൊക്കെ പോയിട്ടുണ്ട്. സാലറി ഹൈക്കിന്റെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ പോലെ തന്നെ അവർക്കും അധികം വൈകാതെ അവധിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇൻഷുറൻസ് സെക്ടറിൽ ഇപ്പോൾ സാറ്റർഡേയും സൺഡേയും എന്താണ്? ഹോളിഡേ ആണ്. ഇത്ര സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് ആലോചിക്കാം. ഇനി നമുക്ക് ആരാണ് ഒരേ തൂവൽ പക്ഷികളായിട്ടുള്ള നമ്മളുടെ ബാങ്കിങ് എക്സാമുകളെ കുറിച്ച് നോക്കാം. നമ്മൾ പ്രധാനമായിട്ടും വരുന്ന പ്രൊബേഷണറി ഓഫീസർ, PO, ക്ലർക്കാണ്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ വർക്ക് എന്താണോ അതേപോലെ തന്നെയാണ് പ്രൊബേഷണറി ഓഫീസറാണ്, റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് അല്ലെ. എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ, ലോൺ കൊടുക്കൽ, അതേപോലെ കസ്റ്റമർ സർവീസ്, അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ, അക്കൗണ്ടിന്റെ കാര്യങ്ങൾ തുടങ്ങി A to Z ആ ബ്രാഞ്ചിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള ധാരണ വേണം. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതിൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും ആർക്ക്? പ്രൊബേഷണറി ഓഫീസർക്ക്. ക്ലറിക്കൽ പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ക്യാഷ് ഹാൻഡ്ലിങ്, അതേപോലെ കാഷ്യറിൽ ഇരിക്കുന്ന ആള്, ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ആള്, അതേപോലെ തന്നെ കസ്റ്റമറായിട്ട് നേരിട്ട് ഇടപഴകുന്ന ആള് തുടങ്ങി എല്ലാ കാര്യങ്ങളും ക്ലർക്കിന്. അതേപോലെ മാനേജ്മെന്റ് വർക്കുകളിലുള്ള സപ്പോർട്ട്, ഇതെല്ലാ കാര്യങ്ങളും എന്തുണ്ട്? കസ്റ്റമർ സർവീസ് തുടങ്ങി എല്ലാത്തിലും ക്ലർക്കിനും എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ റെസ്പോൺസിബിൾ പേഴ്സൺ എപ്പോഴും ഓഫീസേഴ്സ് ആയിരിക്കും കേട്ടോ. എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിൾ അല്ലെ. ക്ലർക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചോദ്യം വരെ ആരുടെ അടുത്താ? ഓഫീസർമാരുടെ അടുത്ത്. അത് അങ്ങനെയല്ലേ, മുകളിലുള്ളവരുടെ അടുത്താണ് എപ്പോഴും ചോദ്യങ്ങൾ വരിക. അപ്പൊ റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതേപോലെ തന്നെ പ്രൊബേഷണറി ഓഫീസർ. സാലറി ഞാൻ പറഞ്ഞു 80,000 ഒക്കെ തന്നെയാണ് ഏകദേശം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ POന്റെ സാലറി ഒക്കെ ഏകദേശം സെയിം ആണ്. ക്ലർക്കിന്റെ സാലറി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് നമ്മളുടെ നമ്മളുടെ ഇൻഷുറൻസ് അസിസ്റ്റന്റിന്റെ സാലറിയോട് തന്നെ കിടപിടിക്കുന്ന സാലറിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് A to Z കാര്യങ്ങൾ സെയിമാ അല്ലെ. എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ്സുകൾ സെയിമാ, പഠിക്കേണ്ട കാര്യങ്ങൾ സെയിമാ, എക്സാം പാറ്റേൺ സെയിമാ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ്? ഓൾമോസ്റ്റ് എന്നല്ല, ഫുള്ളായിട്ടും സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ബാങ്ക് എക്സാമിന് പഠിക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എക്സാമുകൾ എല്ലാം വിളിക്കുന്ന എല്ലാം അപ്ലൈ ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അപ്ലൈ ചെയ്തോ, അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കും എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, കാരണം നമ്മൾ അവിടെ പഠിക്കുന്നതും ഇവിടെ പഠിക്കുന്നതും എന്താണ്? സെയിം ആണ്. അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് സമയമെടുത്ത് പഠിക്കാൻ 3 year വാലിഡിറ്റി എലൈറ്റ് ബാങ്കിങ് ബാച്ച് ആണ്. എന്താണ് 3 വർഷത്തെ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളിപ്പോ ലാസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോ കോഴ്സ് എടുത്തു, കാര്യങ്ങളൊക്കെ പഠിച്ചു, അതിനുശേഷവും നിങ്ങൾക്ക് എന്തുണ്ട്? 1 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കൊല്ലത്തെ എക്സ്ട്രാ വാലിഡിറ്റിയാ. അപ്പൊ നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാലും മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 വർഷം കൂടി നിങ്ങൾക്ക് ഈ ബാച്ചിൽ പഠിക്കാൻ പറ്റും. അതേപോലെ ഇപ്പൊ നമ്മൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ടഫാണ് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. അപ്പോഴായാലും നിങ്ങൾക്ക് 3 കൊല്ലത്തെ വാലിഡിറ്റി കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതാണ് എക്സ്ട്രാ എന്താണ് ഈ വാലിഡിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബാച്ചുകളെല്ലാം ലൈവ് റെക്കോർഡ് സെക്ഷൻസ് അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകൾ, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, മെന്റർഷിപ്പ് സപ്പോർട്ട് തുടങ്ങി ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഈ ബാച്ചിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രിലിംസിന്റെ കോച്ചിങ്, മെയിൻസിന്റെ കോച്ചിങ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെ കോച്ചിങ്, ഇപ്പൊ പേഴ്സണാലിറ്റി ടെസ്റ്റ് അങ്ങനത്തെ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂ കോച്ചിങ് തുടങ്ങി A to Z കാര്യങ്ങൾ
ഈ കോഴ്സിന്റെ ഭാഗമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ജോലി കിട്ടാനായിട്ട് എന്തൊക്കെ കടമ്പകൾ ചാടിക്കടക്കണം അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ അവൈലബിൾ ആണ് ഈ കോഴ്സിൽ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നമ്മളുടെ അപ്കമിങ് എക്സാംസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. 7736122215 എന്നുള്ള നമ്പർ. അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫോം ഉണ്ടാവും. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വയറീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, രേഖപ്പെടുത്താം. നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ അങ്ങനെയും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇൻഷുറൻസ് എക്സാമും ബാങ്ക് എക്സാമും രണ്ടും രണ്ടാണെങ്കിലും രണ്ടും സെയിമാ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കാരണം എന്താ, അവിടെ പഠിക്കുന്നതും ഇവിടെ പഠിക്കുന്നതും സെയിമാ. ഇൻഷുറൻസ് എക്സാമിന് പഠിക്കുക. അപ്പൊ നമ്മൾക്ക് പറയുമ്പോൾ എന്ത് പറയാം, നിങ്ങൾ ബാങ്ക് കോച്ചിങ്ങിനാ പോകുന്നത്, അപ്പൊ പറഞ്ഞാൽ മതി ഞാൻ ബാങ്ക് കോച്ചിങ് മാത്രമല്ല ഇൻഷുറൻസിന്റെ കോച്ചിങ്ങിനും പോകുന്നുണ്ട്, അല്ലെ? സെയിം ആണ്. ബാങ്ക് കോച്ചിങ് എന്ന് പറയുന്നു, ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ മക്കളെ ഇൻഷുറൻസ് എക്സാമും അതിന്റെ ബാക്കിൽ കൂടെ വരുന്നുണ്ട്, അല്ലെ? ബാങ്ക് എക്സാംസ് പോകുന്നുണ്ടോ, ബാക്കിൽ ഇൻഷുറൻസ് എക്സാം ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണ്, എപ്പോഴും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരച്ഛന്റെ 2 മക്കളാണ് ഇവർ രണ്ടുപേരും എന്ന് നിങ്ങൾ ആലോചിക്കുക. ഒരേ സിലബസ് ആണ്, പഠിക്കേണ്ട ആൾക്കാർ സെയിം, എക്സാം പാറ്റേൺ സെയിം, കിട്ടുന്ന സാലറിയും സെയിം. ഒന്ന് ഇൻഷുറൻസ് ജോലിയാണ്, ഒന്ന് ബാങ്ക് ജോലിയാണ്, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. ഒരുപാട് വേക്കൻസീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ ബാങ്കിങ്ങിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നു, ഈ സൈഡിൽ കൂടെ ഇൻഷുറൻസിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നു. അതുമാത്രമല്ല ഇതേ സിലബസിൽ വേറെ പല എക്സാംസും കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് ഫീസ് ഉണ്ടാവും. അത് എല്ലാ എക്സാംസിനും, ഇപ്പോൾ വരുന്ന ഇൻഷുറൻസ് എക്സാമിനായാലും ബാങ്ക് എക്സാമിനായാലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫീ ഉണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ശമ്പളത്തിന്റെ ഒരംശമല്ലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. 90,000 50,000 രൂപയൊക്കെയാണ് നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം സാലറി വാങ്ങാൻ പോകുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ എമൗണ്ടിനെയൊക്കെ കണ്ടില്ല എന്ന് നടിക്കാം മക്കളെ. എല്ലാ എക്സാമും എഴുതാം. നമ്മളുടെ ഒരുപാട് സമയം നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഇക്കൊല്ലം തന്നെ എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷിച്ച പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം ഈ വർഷം അത്രയ്ക്കധികം വേക്കൻസീസ് ആണ് നമ്മളുടെ മുന്നിലുള്ളത്. ഓൾറെഡി IBPS PO വന്നിട്ടുണ്ട്, SBA PO വന്നിട്ടുണ്ട്, IBPS ക്ലർക്ക് വന്നിട്ടുണ്ട്, വീണ്ടും SBA ക്ലർക്കും വന്നിട്ടുണ്ട്, SBA POയും വീണ്ടും വന്നിരിക്കുന്നതാ. അപ്പൊ അതിന്റെ ബാക്കില് RRB PO വരുന്നു, RRB ഓഫീസ് അസിസ്റ്റന്റ് വരുന്നു. അതുകൂടാതെ ഇൻഷുറൻസ് മേഖലകളിൽ നിന്നും ഒരുപാട് നോട്ടിഫിക്കേഷൻസും വേക്കൻസീസും വരുന്നുണ്ട്. ഇൻഷുറൻസ് അസിസ്റ്റന്റുകള്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് എല്ലാം ബാക്ക് ടു ബാക്ക് നടക്കുന്നുണ്ട്. എല്ലാ എക്സാം അപ്ലൈ ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പഠിച്ച എക്സാം എഴുതാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.